ടൈറ്റിലിൽ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഭാര്യയുടെ തല്ലുകൊണ്ട് ചാവാതിരിക്കണമെങ്കിൽ ഭാര്യയെ ഈ രീതിയിൽ സുഖിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ്. പൂനെയിൽ വെച്ചുണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. ഭാര്യയുടെ ബർത്ത്ഡേക്ക് ദുബായിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് നടന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വന്നു. അതോടൊപ്പം തന്നെ ഭാര്യയുടെ സുഹൃത്തിൻ്റെ ബർത്ത്ഡേക്ക് അതിന് സെലിബ്രേറ്റ് ചെയ്യാൻ പോയില്ല. അപ്പം ഈ 2-3 കാര്യങ്ങൾ വന്നപ്പോൾ ഭാര്യയ്ക്കുണ്ട് ചൊടിച്ച് കയറി എന്നുള്ളതാണ്. ഭാര്യനെ സംബന്ധിച്ചാണ് കലിപ്പ് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഈ പാവം ഭർത്താവിനെ മൂക്കത്തിടിച്ചിട്ടാണ് ചോര എന്താ പറയുക രക്തസ്രാവം മൂലമാണ് ആ ഭർത്താവ് മരിച്ചെന്ന് പറയുന്നത്. ഒരുപക്ഷെ ആ ഭാര്യ കൊല്ലണമെന്ന് വിചാരിച്ച് ഇടിച്ചൊന്നും ആവില്ല. ദേഷ്യം സഹിക്കവയ്യാതെ, കാരണം അവളുടെ ചില ആഗ്രഹങ്ങൾ ഈ ചോദിക്കുമ്പോൾ എല്ലാം സാധിച്ചു കിട്ടുന്ന ഒരു കുടുംബത്തിൽ വളർന്ന കുട്ടിയായിരിക്കേ. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താവും അത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഉടൻ തന്നെ നടപ്പിലാക്കിയില്ലെങ്കിൽ നടത്തി കിട്ടിയില്ലെങ്കിൽ ആ ദേഷ്യം സഹിക്കാൻ പറ്റണ്ടേ. അങ്ങനെ വികാരത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ ആ ദേഷ്യം തീർച്ചയായിട്ടും ഭർത്താവിൽ കാണിച്ചതാണ്. വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അബദ്ധം നമ്മൾ ചിലപ്പോൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും. പെട്ടെന്ന് എടുത്ത ഒരു എടുത്തുചാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ടെന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ ഒരു അബദ്ധമാണോ അതോ സത്യമാണോ എന്ന് പറയാൻ പറ്റില്ല. വാർത്തകളിലൂടെ അറിഞ്ഞൊരു കാര്യമായതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിയാൻ സാധിക്കില്ല. പക്ഷേ എന്നിരുന്നാലും വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കണം എന്നുള്ളത്. നമ്മൾ ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും ഉടനടി, പ്രത്യേകിച്ച് പാരൻറ്റിങ്ങിലാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. പാരൻറ്റിങ് മക്കൾക്ക് എന്ത് കാര്യം മക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കരുത്. അത് നീട്ടി കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇത്തിരി വെയിറ്റ് ചെയ്യട്ടെ, ഇത്തിരി ക്ഷമിക്കാൻ പഠിക്കട്ടെ. ഇത്തിരി കഴിഞ്ഞാലും അത് കൊടുക്കാം, പക്ഷെ ഉടനെ കൊടുക്കരുത്. എത്ര സമ്പത്തുള്ളവരാണെങ്കിൽ തന്നെ മക്കൾ ചോദിക്കുന്ന സമയത്ത് തന്നെ ഒരുപക്ഷെ നമുക്ക് എടുത്തു കൊടുക്കാൻ സാധിക്കും. കാരണം സ്നേഹം കൂടിയിട്ട് കൊടുക്കുന്ന ചില പാരൻറ്റിങ് ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള പാരൻറ്റിങ്ങിൻ്റെ മക്കളാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ കാണിക്കുന്നത്. ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ അങ്ങനെ കിട്ടിയെന്ന് വരില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും. ചില സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ തന്നെ ചില ഭർത്താക്കന്മാർ തരില്ല. ചോദിക്കുമ്പോൾ ചോദിച്ചത് ഉടനെ തന്നെ കൊടുക്കാതെ ഇത്തിരി സമയം വെയിറ്റ് ചെയ്യിപ്പിച്ച് അതൊക്കെ ക്ഷമയോടുകൂടി കാത്തിരിക്കാനുള്ളൊരു കെൽപ്പ് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കില്ല എന്നുള്ളതാണ്. ഫ്രണ്ട്സ്, എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അടുത്തതുപോലത്തെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.